ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കാലിഫോർണിയയിലുള്ള ഷാജി ചേട്ടൻ്റെയും അനി ചേച്ചിയുടെയും വീടിൻ്റെ ബാക്ക് യാർഡാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഓറഞ്ച് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓറഞ്ചിൻ്റെ മരം ജൂണിലും ഏപ്രിലും കായ്ക്കുമെന്നാണ് ഷാജേട്ടൻ പറഞ്ഞത്. അപ്പോൾ ചില ഓറഞ്ചസുമേ ഒരു പച്ച കളറുണ്ട്, അത് ജൂണിൽ കായ്ച്ച ഓറഞ്ചസും നല്ല ഓറഞ്ച് കളറിലിരിക്കുന്ന ഓറഞ്ചസ് ഏപ്രിൽ കായ്ച്ചതാണെന്നാണ് ഷാജേട്ടൻ പറഞ്ഞത്. പിന്നെ എനിക്കിത് പറിക്കാനായിട്ട് പുള്ളി ഒരു കത്രിക തന്നു. അത് വെച്ച് കട്ട് ചെയ്താൽ ഓറഞ്ചസ് പെട്ടെന്ന് കേടാവില്ലയാണ്. നമ്മളിങ്ങനെ വലിച്ച് പറിച്ചെടുത്താൽ അത് ചിലപ്പോൾ ഇരുന്ന് കേടായിപ്പോവും, ചീഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത്. ഇവർക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പറമ്പിൽ പലതരം മരങ്ങളുണ്ട്. മാവും തൈയാണ് കൂടുതലുള്ളത് കേട്ടോ. നാട്ടിൽ നിന്ന് പലതരം മാവും തൈകൾ കൊണ്ടുവന്നിട്ടുണ്ടേ. പിന്നെ നമ്മൾ കെയർലെസ്സായിട്ട് ഇതൊക്കെ വലിച്ച് പറിച്ചെടുത്താൽ കൊമ്പുകൾക്കും ചിലപ്പോൾ ക്ഷീണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവർ കുഞ്ഞുങ്ങളെ പോലെയാണ് കേട്ടോ ഈ മരങ്ങളെയൊക്കെ നോക്കി പരിപാലിക്കുന്നത്. പേരമരം കണ്ടോ, അത്ര വലിയ വലുപ്പമൊന്നുമില്ല, പക്ഷെ അത്യാവശ്യത്തിനുള്ള പേരക്കായും ഉണ്ടാവും. മൂത്തതും ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പഴുത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരക്കായും കൂടെ പറിച്ചു കേട്ടോ. ഇനി ഞങ്ങൾ ആപ്പിൾ പറിക്കാൻ പോവാണ് കേട്ടോ. ആപ്പിൾ പറിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേക ടൂളൊക്കെ ഉണ്ട്. സഞ്ചിയിലാക്കിയ മാത്രം കമ്പിന്റെ ഉള്ളിലാക്കി ഇത് കണ്ട ഈ സാധനം ഇത് പിടിച്ചിട്ട് നമ്മളിങ്ങനെ അമർത്തും. അപ്പൊ ദേ നമ്മുടെ ആപ്പിള് പോന്നു. ആപ്പിൾ ഇങ്ങനെയാണ് ഞങ്ങൾ ആപ്പിള് പറിക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം ആപ്പിള് പൊട്ടിച്ച് കഴിയുമ്പോഴും ഈ സാധനം നമ്മൾ റിലീസ് ചെയ്യണം. അപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ ഈ ബ്ലേഡ് ഓപ്പൺ ആവും. അപ്പോൾ ഈ ബ്ലേഡിന്റെ ഉള്ളിലേക്ക് ബ്രാഞ്ച് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത് കേട്ടാ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി നമുക്ക് പറിക്കാം. അതിൻ്റെ ഉള്ളിൽ കായ ഉണ്ടാവില്ല. ഒരു വലിയൊരു പേരക്ക കിട്ടണമെങ്കിൽ അതിന്റെ ഉള്ളിൽ 10-30 സീഡ്സ് ഉണ്ടാവും. ചെറിയ പേരക്കാണെങ്കിൽ അതിന്റെ ഉള്ളിൽ സീഡ്സേ ഉണ്ടാവില്ല. അപ്പൊ ഇതിന് പേരക്കായ ഉണ്ടായില്ലേ പ്രാവശ്യം? ഈ പ്രാവശ്യം ഇതിന്റെ ഉള്ളിൽ സീഡ്സ് ഉണ്ടാവില്ല. ഇത് അവസാനം ഉണ്ടായതാ ഇതിന്റെ ഉള്ളിൽ, പക്ഷെ മൂത്തട്ടില്ല. വെയിലടിച്ചിട്ട് അത് മൂത്തട്ടില്ല. സീഡ്ലെസ് ഗോവ അല്ലെ? സീഡ്ലെസ് ഗോവ. വരുന്ന ആൾക്കാർക്ക് മുഴുവൻ ഇതിന്റെ തൈ വേണം. എന്നിട്ട് ഞാൻ എയർ ലെയർ ചെയ്തേക്കണേന്ന് തൈ വെക്കാനാ. അപ്പൊ ഇനിയിപ്പോ ഇതിന്ന് വേറെ ഇറങ്ങും, ഇതിനുള്ളിൽ വേറെ ഇറങ്ങും. അപ്പൊ ഇത് വെട്ടി നമ്മള് റീപ്ലാന്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ അടുത്ത വർഷം തന്നെ നമ്മൾ പേരക്കുണ്ടാവും. എത്ര എണ്ണം വെച്ചിട്ടുണ്ട്? 1, 2 അല്ലേ? 3 വെച്ചിട്ടുണ്ട്. ഓൾറെഡി ചെയ്തു. എയർലൈൻ ചെയ്തിരിക്കുകയാണ്. എയർ ലെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് തൈ ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി. കാലിഫോർണിയയിലെ കൃഷിക്കാരൻ ഞങ്ങളുടെ ഷാജേട്ടൻ എയർ ലെയർ ചെയ്തിട്ട് അതിന്റെ വേറൊരു പ്ലാന്റ് ഉണ്ടാക്കാം. ഇത് മാവാ? ഇത് നാംഡോക്മൈ എന്ന് പറയും. പച്ചക്ക് ഭയങ്കര പുളിയാ. മീൻകറിയിലൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര മതി. 5-8 ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒത്തിരി ഉണ്ടായി. മിക്ക ബ്രാഞ്ചുമേ ഉണ്ടായിരുന്നു. ഈ ചിവർക്ക് ചില്ലകളൊക്കെ വെട്ടിക്കളയും. ഞാന് നമ്മള് കല്ല് കെട്ടി ഞാൻ ഇട്ടിട്ടുണ്ട് നീ വരാനായിട്ട്. ഇതിന് വരുമോ? അത് വരില്ല. ഇതേ തണ്ടന്റെ മുടി പോലെ തണ്ടുണങ്ങി പോയി. ഇതിപ്പോ ഞാൻ വിത്തിന് വേണ്ടിട്ട് അങ്ങനെ ഇട്ടതാണ്. മരമുണങ്ങി പൊമഗ്രാനൈറ്റ്, ഇത് വേറെ മാവ്, ഇതൊരു മാവ്. മൊത്തം മാവാണല്ലോ, പറമ്പ് മൊത്തം മാവാണല്ലോ. ചേച്ചി വീഡിയോയിൽ വന്നു. മുരിങ്ങയില നല്ലതല്ലേ? ഇവിടെ എത്ര മാവുണ്ട്? ഇവിടെ ഒരു മാവ്, മൊത്തം മാവ്. അങ്ങേ സൈഡില് 3 ഉണ്ട്. ഇത് വെറുതെ ഗാർഡനേഴ്സിന്റെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വെക്കുന്നതാണ്. അപ്പൊ അവര് ആ സ്പ്രിംഗർ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അവര് വെട്ടിക്കളയും, അല്ലെങ്കിൽ അതിന്റെ കടക്കലത്തെ തൊലി പോകും. അപ്പൊ തൊലി പോയി കഴിഞ്ഞാൽ മുരിങ്ങയൊക്കെ അല്ലേ പെട്ടെന്ന് ചീഞ്ഞു പോകും. കറിവേപ്പിൻ്റെ തൈയുണ്ട്, കുറേ മുളകും തൈയും മാവും തൈയും ഒക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഞങ്ങളുടെ ഷാജേൻ്റെ ആനി ചേച്ചിയുടെയും ബാക്ക് യാർഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.